പവിത്രതകൾ ഏറെ നിറഞ്ഞ റമളാൻ മാസം വിട പറഞ്ഞ് അതുപോലെ പുണ്യങ്ങൾ നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റുന്ന ശവ്വാൽ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ശവ്വാൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഈമാനികമായ ആവേശം, ഈമാനികമായ ആ ഒരു തെളിച്ചം അത് ഇനിയുള്ള മാസങ്ങളിൽ എങ്ങനെ നമുക്ക് തുടർത്തിക്കൊണ്ടു പോവാം എന്നുള്ള ഒരു 4 കാര്യങ്ങൾ, അങ്ങനെ ഈമാനികമായ ആ ഒരു ഊർജം നമുക്ക് എങ്ങനെ തുടർത്തിക്കൊണ്ടുപോവാം 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ, പിശാചിൽ നിന്നുണ്ടാകുന്ന ഇടങ്ങേറുകൾ, അസ്വസ്ഥതകൾ. നമ്മൾ റമളാനിൽ ഒരുപാട് പിശാചിൽ നിന്നും കാവൽ ചോദിച്ചു. പിശാചിനെ കെട്ടിയിട്ട മാസമാണ് റമളാൻ. അപ്പോൾ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ, മാസങ്ങളിൽ, ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മണിക്കൂറുകളിൽ, സെക്കൻഡുകളിലൊക്കെ നമുക്ക് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ 5 കാര്യം. ആ 5 കാര്യത്തിൽ ഒരു ദുആയുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അല്ലാഹു തആല അതിന് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ റമളാൻ മാസം വിട പറഞ്ഞ് ശേഷമുള്ള ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ വിട പറഞ്ഞ് പുണ്യമായ ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് ശവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമളാനിൽ ചെയ്ത എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആ റമളാനിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ ശവ്വാൽ മാസത്തിൽ 6 നോമ്പ്, ഇന്നിപ്പോൾ നോമ്പുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പിടിക്കാൻ വിചാരിച്ച ആളുകളുണ്ടാവും. അപ്പോൾ എന്നാണെങ്കിലും ഈ 6 നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവർക്കും ആ നോമ്പ് പിടിക്കുന്നവർക്കും ഇനി പിടിക്കാൻ പറ്റാത്ത ആളുകളും ഉണ്ടാകും. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നസീബാക്കുമാറാവട്ടെ. ആ റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ആ ആർജവവും ഊർജവും ആ ഈമാനികമായ ആവേശവും ഇനി ശവ്വാല്, പിന്നെ ദുൽഖഅദ്, ദുൽഹിജ്ജ, ഇനി വരുന്ന മാസങ്ങളിലൊക്കെ നിലനിർത്താനും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ റമളാനിൽ നമ്മൾ ഒരുപാട് സൂക്ഷ്മതയുള്ളവരായിരുന്നു. ഈ റമളാനിൽ നമ്മൾ പിടിക്കുന്ന നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറണം എന്നതാണ് നമ്മൾ നോമ്പിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. തഖ്വയുള്ളവരാവണം. സൂക്ഷ്മത, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം, നമ്മുടെ കൈകളെ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ, നമ്മുടെ ചിന്തകളെ ഹറാമിൽ നിന്നും മോശത്തരത്തിൽ നിന്നും സൂക്ഷിക്കലാണ് നോമ്പ് കൊണ്ട് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ആ നോമ്പ് നമ്മൾ അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരട്ടെ. അപ്പോൾ ഇനി റമളാൻ കഴിഞ്ഞുള്ള ഈ ഒരു സമയത്ത് റമളാനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈമാനികമായ ആവേശം എങ്ങനെ ഇനിയുള്ള മാസങ്ങളിലും പ്രത്യേകിച്ച് ഈ ശവ്വാൽ മാസത്തിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നമ്മൾ റമളാനിൽ പല ആളുകളും പറയുന്നുണ്ട്, അപ്പോൾ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നോമ്പായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞേനെ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നോമ്പായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല, നോമ്പായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പറയുന്നുണ്ട്. അത് നോമ്പായതുകൊണ്ട് മാത്രമല്ല, ആ നോമ്പല്ല എങ്കിലും അങ്ങനെ ആവണം. ഇപ്പോൾ ഒരാളോട് നമ്മളിങ്ങനെ ദേഷ്യം വന്നിരിക്കുന്നു, 2 തെറി പറയാൻ തോന്നുന്നുണ്ട്, 2 എന്താ പറയുക മോശത്തരം പറയാൻ ഇങ്ങനെ വായിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കോ, പഠിച്ചോനെ റമളാനാണല്ലോ, നോമ്പാണല്ലോ, നോമ്പായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നോട് 2 പറഞ്ഞേനെ. അത് ഈ ശവ്വാൽ മാസത്തിലാണെങ്കിലും നോമ്പല്ല എങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റമളാനിൽ നമ്മൾ നാവിനെ സൂക്ഷിച്ചു, ആ സൂക്ഷ്മത ശവ്വാലിലും ഉണ്ടാകണം. അതാണ് റമളാനിൻ്റെ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. അതാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം,
അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ, ഒരുവനാണ്, സലിമൽ മുസ്ലിമൂന, മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു, ബിലിസാനിഹി വയദി, ഇവൻ്റെ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നും മോശപ്പെട്ട വാക്കുകളിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പം ഞാനൊരു നല്ല മുസ്ലിം ആവണമെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ടും എൻ്റെ നാവ് കൊണ്ടും മറ്റുള്ള മുസ്ലിമീങ്ങൾ, മറ്റുള്ളവർ രക്ഷപ്പെടണം. എൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ എൻ്റെ മോശപ്പെട്ട വാക്കുകൾ ആരോടും ഞാൻ പറയാൻ പാടില്ല, എന്നാലേ ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആകൂ എന്നാണ്. അപ്പോൾ നോമ്പായിപ്പോയി അല്ലെങ്കിൽ ഞാൻ 2 പറഞ്ഞേനെ, നോമ്പായിപ്പോയി അല്ലെങ്കിൽ ഞാൻ 2 ചെയ്തേനെ, നോമ്പായിപ്പോയി അല്ലെങ്കിൽ ഞാൻ 2 തന്നേനെ എന്നൊക്കെ നമ്മൾ റമദാനിൽ പറഞ്ഞെങ്കിൽ ആ റമദാൻ അല്ലാത്ത മാസത്തിലും നോമ്പല്ല എങ്കിലും നമ്മളത് പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിം. അതാണ് അവൻ പിടിച്ച, നമ്മൾ ഈ കഴിഞ്ഞ മാസത്തിൽ പിടിച്ച നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ എന്താണ് തോന്നിയതുപോലെ അങ്ങോട്ട് പെരുമാറുകയാണെങ്കിൽ, തോന്നിയതുപോലെ ചെയ്യുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ആ റമദാനിൽ പിടിച്ച നോമ്പ് കൊണ്ടൊരു ഫലമില്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാവിനെ സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, എനിക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേഗത്തിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നാവ് നബി തങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നബി ആ നാവിനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഈ ഒരു വസ്തു, ഇതിനെ നീ സൂക്ഷിച്ചാൽ നിനക്ക് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോവാം, ഇതിനെ സൂക്ഷിക്കാതിരുന്നാൽ നിനക്ക് നരകമാണ്. എത്രയോ സത്യമാണെന്നറിയോ? കാരണം ഒരാളെ നമ്മൾ അടിക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങോട്ട് പോകും. പക്ഷെ നാവ് കൊണ്ട് നമ്മൾ ഒരു ഉപദ്രവം കൊടുത്താൽ, അവനിക്ക് മനസ്സിൽ കൊള്ളുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ, ഒരു വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, അയാൾ മരിക്കുന്ന കാലത്തോളം അത് മറക്കൂല, മരിക്കുന്ന കാലത്തോളം മറക്കൂല. ഇപ്പോൾ ചില ആളുകൾ കൊലപാതകം ചെയ്യും. കൊലപാതകം ചെയ്തിട്ട് അയാളെ ഈ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പല ആളുകളും, എല്ലാവരും ഇല്ല, പല ആളുകളും പറയുന്നത്, ഞാൻ അവനെ വിട്ടതാണ്, ഞാൻ അവനെ ഒഴിവാക്കിയതാണ്, പക്ഷെ അവസാനം അവൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതെനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തട്ടിയതാണ്. അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവനെ വിട്ടതാണ്, ആ കാര്യമേ വിട്ടതാണ്, പക്ഷേ അവസാനം അവൻ ആ പറഞ്ഞ വാക്ക്. അപ്പം നാവ് എന്ന് പറഞ്ഞാൽ അത് വളരെ എല്ലാ ദിവസവും സുബഹിയുടെ സമയമാകുമ്പോൾ എൻ്റെ ഈ 2 കൈ, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം എൻ്റെ നാവിനോട്, നാക്കിനോട് പറയും, പൊന്നു നാവേ നീ ഒന്ന് സൂക്ഷിക്കണേ, കാരണം നീ സൂക്ഷിച്ചാൽ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. നിന്റെ നമ്മൾ പറയും വാവിട്ട സംസാരം, ആ വാവിട്ട സംസാരം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് മുറിവുകൾ വരുന്നത്, പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. ചില വാപ്പമാർ പറയും, മാതാപിതാക്കൾ പറയുന്ന വേദനിപ്പിക്കുന്നൊരു വാക്കുണ്ട്. അതായത്, ഉസ്താദേ എൻ്റെ മോൻ എന്നെ തല്ലിയാലും കുഴപ്പമില്ല, പക്ഷെ അവൻ എന്നോട് പറഞ്ഞ വാക്ക്, ചിലപ്പോൾ വാപ്പയോട് ഇറങ്ങിപ്പോ തന്തേ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ തള്ളേ എന്നൊക്കെ പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് വാപ്പാനെ നമ്മളിന്ന് അടിച്ചാലോ ഉമ്മാനെ ഒന്ന് തല്ലിയാലോ ഒരുപക്ഷെ അവർക്കത് വേദനിക്കില്ല. പക്ഷേ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ആ വാക്ക് അത് അവരുടെ മനസ്സിൽ തറക്കും. അപ്പം നാവിനെ സൂക്ഷിക്കുക. നരക അവകാശികളിൽ 90% ആളുകളും അവർ ആ നരകത്തിലേക്ക് കടക്കാനുള്ള കാരണം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസനതിഹിം. നാവ് കൊണ്ട് പറഞ്ഞ മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് നരകത്തിലേക്ക് 90% ആളുകളും കടക്കാനുള്ള കാരണം. ഉസ്താദേ, അപ്പം നാവ് കൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് ചില ആളുകൾ പറയും. നാവ് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ്. കളവ് പറയുക, പരദൂഷണം പറയുക, ഏഷണി പറയുക, ശാപവാക്കുകൾ പറയുക, കള്ളസത്യം പറയുക, രഹസ്യങ്ങൾ, മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുക, തെറി പറയുക, പരിഹസിക്കുക, മോശം തമാശകൾ പറയുക, മറ്റുള്ളവരെ നിന്ദിക്കുക, മറ്റുള്ളവരെ നിസ്സാരമാക്കി സംസാരിക്കുക, മറ്റുള്ളവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുക, ഹറാമായ സംസാരം, തർക്കിക്കുക, വഴക്കിടുക, ആരോപണം പറയുക, പൊങ്ങച്ചത്തിലുള്ള സംസാരം പറയുക, അഹങ്കാരത്തിൻ്റെ സംസാരം പറയുക, കള്ള വാഗ്ദാനം ചെയ്യുക. ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു പോകും തെറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത്, റമദാൻ കഴിഞ്ഞു. റമദാനെ നമ്മൾ നാവിനെ സൂക്ഷിച്ചതുപോലെ ഇനിയുള്ള മാസങ്ങൾ, പ്രത്യേകിച്ച് ശവ്വാലിലും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതൊന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ റമദാൻ കഴിഞ്ഞാൽ ചെയ്തു പോകുന്ന ഒരു അബദ്ധമാണ് നാവിനെ ഒരു ലൈസൻസും ഇല്ലാതെ വിടുക. അത് പാടില്ല. രണ്ടാമത്, ഈ കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു, കയ്യും കണക്കുമില്ല.
ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് തസ്ബീഹ് പറഞ്ഞു, ഒരുപാട് സ്വതക്ക ചെയ്തു, ഒരുപാട് നമ്മൾ ശരീരത്തെ സൂക്ഷിച്ചു, ഹറാമ് കാണാതിരുന്നു, ഹറാമ് കേൾക്കാതിരുന്നു, ഹറാമ് ചിന്തിക്കാതിരുന്നു. അത് റമളാനിലേക്ക് മാത്രമുള്ളതല്ല, ഈ റമളാൻ കഴിഞ്ഞാലും അങ്ങനെയാവണം. അല്ലാഹു തആല നമ്മളെ അങ്ങനെയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തുകളിൽ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു, അല്ലേ? ജമാഅത്ത് നിസ്കാരങ്ങൾ പരമാവധി പള്ളിയിൽ തന്നെ പോയി നമ്മൾ നിസ്കരിക്കാൻ ശ്രമിച്ചു. അതുപോലെ നോമ്പിൻ്റെ കാര്യം, അതുപോലെ സ്വതക്കയുടെ കാര്യം, ഇതെല്ലാം ഖുർആൻ ഇതെല്ലാം നമ്മൾ ഇബാദത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിച്ചു. റമളാനിൽ ഇനിയുള്ള മാസങ്ങളിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തേത്, പരമാവധി തെറ്റുകളിൽ നിന്നും നമ്മൾ മാറി നിന്നു. ഹറാമ് കണ്ടില്ല, ഹറാമ് കേട്ടില്ല. എന്തേ? ഒരൊറ്റ ചിന്ത. നമ്മൾ ടി വി ഒക്കെ നമ്മുടെ വീട്ടിൽ പൊതിഞ്ഞു മൂടി വെച്ചു. എന്താ? അതോ നോമ്പാണ്, നമ്മൾ നോമ്പാണ്, റമളാനാണ്, ടി വി ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളതൊക്കെ മാറ്റി, സിനിമ മാറ്റി, സീരിയൽ മാറ്റി, അതുപോലെ കോമഡി പരിപാടി എല്ലാം മാറ്റി. അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളെ കാണും, നമ്മുടെ മക്കളെ കാണും. എടാ റമളാനാണ്, കിടന്ന് ഓദിക്കേ, കുറച്ച് ദിക്ർ പറഞ്ഞേ എന്ന് നമ്മൾ പറഞ്ഞു. അത് റമളാനിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതല്ല, റമളാൻ കഴിഞ്ഞാലും ഉണ്ടാവണം. പറയുന്ന എനിക്കുണ്ടാവണം, കേൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എൻ്റെ പൊന്നുസ്ത, നിങ്ങളിങ്ങനെ കിടന്ന് ഈ യൂട്യൂബിലിരുന്ന് ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കും. ഞങ്ങളുടെ പാട്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് ചില്ലാവാൻ തുടങ്ങി, ഞങ്ങളൊക്കെ ഇപ്പോൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങി. റമളാനിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ റമളാനിൽ ചെയ്യുകയാണ്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയി ഞങ്ങൾ ഒരുപാട് സിനിമ കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങൾ ചില്ലായി, ഒരുപാട് എന്താ പറയുക ഹറാമുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ എന്ന് ചിലപ്പോൾ പറയുന്നവരുണ്ടാവാം. അപ്പോൾ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ദീൻ പഠിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു കടമയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട, അല്ലെ? ആരെയും നിർബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നില്ലല്ലോ, ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ റമളാനിൽ ഇബാദത്തുകൾ ചെയ്തു, നാവിനെ സൂക്ഷിച്ചു, അതുപോലെ തന്നെ റമളാൻ അല്ലാത്ത മാസത്തിലും ചെയ്യണം. അതുപോലെ റമളാനിൽ നമ്മൾ തെറ്റുകളിൽ നിന്നും മാറി നിന്നു, അത് നമ്മൾ ഇനിയും അതേ രൂപത്തിൽ തന്നെയാവണം. നാലാമത്തെ കാര്യം, റമളാനിൽ നമ്മൾ ബന്ധങ്ങൾ ചേർത്തവരാണ്, അല്ലേ? നോമ്പ് തുറക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ക്ഷണിച്ചു, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരോടും, അല്ലെ? നമ്മൾ വലിയൊരു സ്നേഹത്തിലായിരുന്നു. റമളാനിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ കണ്ടു, പരിചയമുള്ളവരെ കണ്ടു, എല്ലാവരുമായി ബന്ധം പുതുക്കി. ഇഫ്താറിൻ്റെ സദസ്സുകൾ, അല്ലെ? കുടുംബ വീട്ടിലേക്ക് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു, നമ്മൾ റമളാൻ കിറ്റുകൾ കൊടുക്കുന്നു, സ്വതക്കകൾ കൊടുക്കുന്നു. ഒരു വലിയ ബന്ധം ചേർക്കൽ റമളാനിലുണ്ടായിരുന്നു. ഇനി അടുത്ത റമളാൻ ആവട്ടെ എന്ന് വിചാരിക്കേണ്ട, ഇനിയുള്ള മാസങ്ങളിലും ആ ഒരു ബന്ധം ചേർക്കൽ ഉണ്ടാവണം. മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ നമ്മുടെ ബന്ധുമിത്രാദികളെ, ജ്യേഷ്ഠനെ, അനുജനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വീട്ടിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കുക, അതൊരു സന്തോഷമാണ്. നമ്മൾ റമളാനിൽ ഒരുപാട് ചെയ്തു, ഒരുപാട് നോമ്പ് തുറപ്പിച്ചു, ഒരുപാട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, കിറ്റുകൾ കൊടുത്തു. അപ്പോൾ ഇനി അങ്ങനെ നോമ്പ് തുറപ്പിക്കാനോ കിറ്റ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല എങ്കിലും ഒരു 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ നമ്മൾ എല്ലാവരെയും ഒന്ന് കൂട്ടി, എല്ലാവരും ഒന്ന് വീട്ടിൽ വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കുക, ഒരു മൗലൂദ് ഓതുക, ഒരു യാസീൻ ഓതി ദ്വാരക്കുക, അതൊക്കെ ഒരു റാഹത്താണ്, സന്തോഷം. അപ്പോൾ റമളാനിൽ ചെയ്ത ആ ഒരു നന്മ നമ്മൾ റമളാൻ കഴിഞ്ഞാലും ചെയ്യണം, പ്രത്യേകിച്ച് ശവ്വാലിലും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ റമളാനിൽ ചെയ്ത നന്മകൾ ഇനിയുള്ള മാസങ്ങളിലും തുടർത്തണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. ഇനി രണ്ടാമത്തെ സെക്ഷൻ, റമളാനിൽ നമ്മൾ പിശാചിൻ്റെ ചതിയിൽ നിന്നും പരമാവധി രക്ഷ കിട്ടിയവരാണ്, രക്ഷ തേടിയവരാണ്. അപ്പോൾ പിശാചിൻ്റെ ചതിയിൽ നിന്നും രക്ഷ കിട്ടാൻ ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പിശാചിൽ നിന്നുള്ള കാവൽ ചോദിക്കാൻ ഈ ദുആ പതിവാക്കിയിരുന്നു. ഒന്നാമത്തേത്, റമളാനിൽ നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചവരാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞവരാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞവരാണ്, അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിലും ഇസ്തിഗ്ഫാർ പരമാവധി അധികരിപ്പിക്കുമ്പോൾ പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ കാര്യം മറന്നു പോവണ്ട. പ്രത്യേകിച്ച് ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ ഈ മഗ്രിബിന് തൊട്ട് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ആ ദിക്ർ നമ്മൾ മറന്നു പോവരുതേ. പ്രധാനമായി നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ദിക്റാണ്, പിശാചിൻ്റെ ശർറിൽ നിന്നും കാവൽ കിട്ടാൻ. അതുപോലെ തന്നെ എപ്പോഴും ഒളു ഉള്ളവരായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. റമളാനിൽ നമ്മൾ ഒളു പരമാവധി നമ്മൾ ശ്രദ്ധിച്ചവരാണ്.
കാരണം ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഖുർആൻ ഓതാൻ വേണ്ടി വുളു നമ്മൾ സൂക്ഷിച്ചവരാണ്. തറാവിഹ് നിസ്കാരത്തിന് വേണ്ടി, രാത്രി ഖിയാമുൽ ലൈലിന് വേണ്ടി, തഹജ്ജുദിന് വേണ്ടി, വിത്റിന് വേണ്ടിയൊക്കെ നമ്മൾ വുളു സൂക്ഷിച്ചു വെച്ചവരാണ്. വുളു പരമാവധി നമ്മൾ പുതുക്കിയവരാണ്, വുളു എടുത്തവരാണ്. അതുപോലെ വുളു ഉള്ളവരായി മാറണം ഇനിയുള്ള മാസങ്ങളിലും. അങ്ങനെ വുളു ഉള്ളവരായി മാറിയാൽ പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം, പൈശാചികമായ ഉപദ്രവം അല്ലെ, സിഹർ, കണ്ണേറ്, അതുപോലെ കരുനാക്ക്, പൈശാചികമായ ഉപദ്രവം, മാനസികമായ ടെൻഷൻ, പ്രത്യേകിച്ച് ഫിക്സ് രോഗം വരിക. ഈ ഫിക്സ് രോഗം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മാറാൻ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. ആ ഇസ്മ നമ്മൾ പതിവാക്കണം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം അറിയാൻ പറ്റുന്ന രൂപത്തിൽ ആ ഒരു ഇസ്മ പറയുക. ഏതാണ് ഇസ്മ? മഹത്വമുള്ളവനെ എന്നർത്ഥമുള്ള ഒരു ഇസ്മാണ്. യാ മാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്. മഹത്വമുള്ളവനെ എന്നർത്ഥമുള്ള പേര്. അതുകൊണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസം എപ്പോഴും നമുക്ക് പരമാവധി യാ മാജിദു യാ അല്ലാഹ് എന്ന ഇസ്മ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ആയത്തുൽ കുർസി. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സലാമത്തുണ്ടാവാൻ ഈ ആയത്തുൽ കുർസി നമ്മൾ അധികരിപ്പിക്കുക. ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് അഊദും ബിസ്മിയും കൂടെ ഓതിയാൽ പെർഫെക്റ്റാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി പതിവാക്കുക. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ്, വുളു എടുത്തതിന് ശേഷം, ബാങ്ക് വിളിച്ച് ആ ബാങ്കിൻ്റെ ദുആയിന് ശേഷമൊക്കെ നമ്മൾ ആയത്തുൽ കുർസി പതിവാക്കിയാൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടും. അഞ്ചാമതായി ഒരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നമുക്ക് എപ്പോഴും പറയാം, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആ ഒന്ന് പറയണം. നബി തങ്ങൾ എപ്പോഴും പറഞ്ഞ ദുആയാണ്. ഏതാണ് ആ ദുആ? പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ഇത്രയുള്ളൂ, ചെറിയൊരു ദുആ. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അർത്ഥം എന്താ? അല്ലാഹുവേ, ഇന്നി നിശ്ചയമായി ഞാൻ, അഊദു ബിക നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഇബ്ലീസിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ഹംസിഹി ശൈത്വാന്റെ വസ്വാസിൽ നിന്നും. ഈ ശൈത്വാൻ പരമായി, പിശാച് പരമായി എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടോ അതിൻ്റെ ആ കാര്യങ്ങളിൽ നിന്ന് മുഴുവനും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപസ്മാര രോഗവും ഒരു പൈശാചികമായ ഉപദ്രവത്തിൽ പെട്ടതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിക്സ് വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ അള്ളാഹു വേഗത്തിൽ ശിഫ കൊടുക്കട്ടെ. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ സ്വയമായി പറയേണ്ട ഒരു ദുആയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി. മിൻ ഹംസിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ശൈത്വാന്റെ എന്തിൽ നിന്നും? ഉപദ്രവത്തിൽ നിന്നും, അവൻ്റെ പൈശാചികമായ എന്തെല്ലാം ഇടങ്ങേറുകളുണ്ടോ അതിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുന്നു. വനഫ്ഖിഹി പിശാചിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരം, അതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. വനഫ്സിഹി അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം ചിന്തകൾ, അതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ഈ ദുആ നമ്മൾ പതിവാക്കുക. അപ്പോൾ ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ഈ ദുആ നമ്മൾ പതിവാക്കുക. പിന്നെ എപ്പോഴും ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ, ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഒരു വാക്ക്, എന്ന ഒരു ആ വചനം പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ അല്ലാഹു തആല നമുക്ക് കാവൽ തരുന്ന ഒരു വാക്കാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ
പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദുആ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇസ്മ അല്ലാഹുവിൻ്റെ പഠിച്ചിട്ടുണ്ട്. പിന്നെ റമദാനിൽ നമ്മൾ തുടർത്തി കൊണ്ടുപോകുന്ന ആ ഈമാനികമായ ആവേശം, ആ ഒരു തഖ്വ, ആ ഒരു സൂക്ഷ്മത എങ്ങനെ ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് തുടർത്തി കൊണ്ടുപോവാം എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ കാവൽ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദുആ വസിയത്ത്. അല്ലാഹു തആല ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രതിസന്ധി പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.